പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. പൂർണ്ണ ഹൃദയത്തോട് യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മുടെ ജീവിതത്തിലെ സ്വന്തം വിവേകത്തിലൂന്നി സ്വന്തമായ താല്പര്യപ്രകാരം പല തീരുമാനങ്ങൾ എടുക്കുകയും പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോവുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലെ നാം പ്രതീക്ഷിക്കാത്ത തിക്താനുഭവങ്ങൾ ഉണ്ടാകുകയും ജീവിതം പ്രയാസകരമായി തീരുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ദൈവവചനം നമ്മളോട് പറയുന്നു, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നാതിരിക്കുക. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച പൂർണ്ണമായും നമ്മെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. 2 ദിനവൃത്താന്തങ്ങൾ 14-ാം അധ്യായത്തിൽ ആസ എന്ന രാജാവിനെ പറ്റി കാണുവാൻ സാധിക്കും. തൻ്റെ ആരംഭം വളരെ ഏകാഗ്രതയോടെ ദൈവത്തിൽ ആശ്രയിച്ച ഒരു രാജാവായിരുന്നു ആസ. അങ്ങനെ ആസ തൻ്റെ ജീവിതത്തിലെ ദൈവം നന്മകളും യുദ്ധ വിജയങ്ങളും ഒക്കെ നൽകി കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആസയുടെ ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമുള്ളതാണ്. 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്ന, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനരെ താങ്ങുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി അവൻ അപേക്ഷിക്കുന്നു. അങ്ങനെ ബലഹീനരെ താങ്ങുന്ന ദൈവം തന്നെ താങ്ങുകയും തന്നെ സഹായിക്കുകയും തന്നെ വഴി നടത്തുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ കാലഘട്ടങ്ങളുടെ ദൈർഘ്യത്തിൽ തൻ്റെ വാഴ്ചയുടെ 36-ാം ആണ്ടായപ്പോൾ ഇസ്രായേൽ രാജാവുമായി ഒരു യുദ്ധം ഉണ്ടായപ്പോൾ താൻ യഹോവയിൽ ആശ്രയിക്കാതെ പകരം ആരാം രാജാവിൽ ആശ്രയിക്കുകയും താനുമായി സഖ്യത ഉണ്ടാകുകയും തനിക്ക് പാരിതോഷികങ്ങൾ നൽകുന്നതായിട്ട് കാണുക. എന്നാൽ ദൈവം ഹാനാൻ എന്ന ആ പ്രവാചകനെ അയക്കുകയും അവനിലൂടെ ദർശനയിലൂടെ ദൈവത്തിൻ്റെ ഹിതം തന്നെ അറിയിക്കുവാനിടയായി തീർന്നു. യഹോവയുടെ കണ്ണ് തന്നെങ്കിൽ ഏകാഗ്രചിത്തരായർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ ഒക്കെയും ഊടാടി സഞ്ചരിക്കുന്നു. എന്നാൽ ഈ കാര്യത്തിൽ നീ പോഷത്വം പ്രവർത്തിച്ചതിനാൽ നിനക്ക് യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറയുവാനിടയായി തീർന്നു. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടായപ്പോൾ തനിക്കൊരു രോഗം പിടിക്കുന്നതായിട്ടെന്ന ദൈവത്തിൽ ആശ്രയിക്കാതെ താൻ വൈദ്യന്മാരെ ആശ്രയിക്കുവാനും ആ രോഗം ഭേദമാകാതെ താൻ നിദ്ര പ്രാപിപ്പാൻ ഇടവയായി തീർന്നു. അങ്ങനെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിതം ആരംഭിച്ച ആസ ജീവിതങ്ങളുടെ കാലഘട്ടങ്ങളുടെ ദൈർഘ്യത്തിൽ ദൈവത്തെ മറന്ന് മറ്റ് രാജാക്കന്മാരിൽ അഭയം പ്രാപിക്കുവാനും അതുപോലെ വൈദ്യന്മാരിൽ അഭയം പ്രാപിക്കുവാനൊക്കെ ഇടയായതിനാൽ തൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഭാരമായാലും ഏത് പ്രയാസമായാലും ഏത് സാഹചര്യമായാലും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് സ്വന്തമായ വിവേകത്തിൽ ഊന്നാതെ കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, വിജയം നൽകുവാൻ ദൈവം സർവശക്തനാണ്. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ പ്രഭാത സമയത്തിൽ വചനം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിപ്പാൻ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുവാനും ദൈവിക നന്മകൾ ജീവിതത്തിൽ അനുഭവിപ്പാനും ഇന്ന് കാലം നിന്റെ ജനത്തെ സഹായിച്ചാട്ട്, നന്മ നിറച്ചാട്ട്, കൃപയ്ക്കുള്ളിൽ മറച്ചാട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.